പ്രഭാത വന്ദനങ്ങൾ. സമാധാനത്തിൻ്റെ ഹീബ്രുവിൽ ശലോം എന്നും ഗ്രീക്കിൽ ഐറിൻ എന്നും പറയുമ്പോൾ ആ ഒരു വാക്കിനപ്പുറത്തേക്ക് ഒത്തിരി മീനിങ്സ് ഉള്ള ഒരു വാക്കാണത്. അതായത് ഒരു കംപ്ലീറ്റ്നെസ്, ഹോൾനെസ്, സേഫ്റ്റി, വെൽബീങ്, ഹാർമണി, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ടത്. നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെ 90 അധികം പ്രാവശ്യമാണ് സമാധാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ 14:27 യേശു ഇപ്രകാരം പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. വീണ്ടും യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് വീണ്ടും പറയുകയാണ്, സമാധാനം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമാധാനം ഒരു സംഘർഷങ്ങളെ മാറ്റുന്ന അവസ്ഥയല്ല, സംഘർഷത്തിൻ്റെ മുകളിലും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക്, നമ്മുടെ ആ ഒരു വെൽബീങ്ങിലേക്ക്, ആ ഒരു സേഫ്റ്റിയിലേക്ക്, ആ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ സമാധാനം. നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെയും യഹോവ ശാലോം എന്നാണ്. നമ്മുടെ ദൈവം തന്നെയും സമാധാനമാണ്. നമ്മുടെ യേശു ക്രിസ്തു വന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് യോഹന്നാൻ 14:27 എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ആ ഒരു ക്രിയേറ്റീവ് പവർ, ആ സമാധാനം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ക്രിയേറ്റീവ് പവറാണ്. അത് നമ്മളിൽ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥകളിൽ നിന്നും, പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും, അതിൻ്റെ മുകളിൽ നിൽക്കുവാനായിട്ടുള്ള, അതിൻ്റെ മുകളിലുള്ള ആ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക്, ആ ഹോൾനെസ്സിലേക്ക്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:7 ഇപ്രകാരം പറയുന്നത്, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. അതായത് ഈ സമാധാനം നമുക്ക് ബുദ്ധി കൊണ്ട് അളക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ സമാധാനം ലഭിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോളിലും ഒക്കെ അഭയം കണ്ടെത്തുന്ന ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അതുപോലൊരു സമാധാനമല്ല ഈ ശലോം എന്നുള്ള വേർഡ്. അതൊരു ക്രിയേറ്റീവ് പവറാണ്. അത് കേൾക്കുമ്പോൾ തന്നെ, അത് കർത്താവ് നമ്മളോട് പറയുമ്പോൾ തന്നെ, അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി, സാഹചര്യത്തിന് മേളിൽ നിന്നുകൊണ്ട് ഒരു വലിയൊരു സമ്പൂർണ്ണത നമുക്ക് തരുവാനായിട്ട് സാധിക്കും. അത് മാത്രവുമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് 5:9 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതെ, നമ്മളെ ദൈവം അതിനുവേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുവാനായിട്ട്. നമ്മൾ ശലോം എന്ന് നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനത്തെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം, അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്, സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ശലോം, ആ ദൈവത്തിൻ്റെ സമാധാനം, അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ്. അത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുന്നതാണ്. ഇന്ന് തന്നെ ആ ഒരു പൂർണ്ണത, സമാധാനത്തിൻ്റെ, ശലോമിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ഒരു വാക്ക് മാത്രമായിട്ട്, ചുമ്മാ ഒരു വേർഡായിട്ടല്ല, അതിനകത്തുള്ള ക്രിയേറ്റീവ് പവറിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. നിങ്ങൾക്കൊരു പൂർണ്ണ സമാധാനം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന സമാധാനം, ശിഷ്യന്മാർ ഈ ലോകത്തിലൂടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ക്രൂശീകരിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പും മരിച്ചുയർന്നതിന് ശേഷവും അങ്ങ് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ് സമാധാനം. കാരണം അത്രമാത്രമുള്ള അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതാണ് അങ്ങയുടെ സമാധാനം. അതുപോലെ കർത്താവ്, ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ അവസ്ഥകളിലൂടെ പലതരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സമാധാനം, ദൈവമാകുന്ന സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളിൽ വാഴുവാനായിട്ട്, ഞങ്ങൾ ജയാളികളായിട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.